Hello friends, Technique in Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഷൗമിന്റെ ഏറ്റവും പുതിയ ബ്ലൂടൂത്ത് സ്പീക്കറായ മീ ഔട്ട്ഡോർ ബ്ലൂടൂത്ത് സ്പീക്കർ. അപ്പോൾ ഈ സ്പീക്കർ 2 ദിവസം മുമ്പാണ് അനൗൺസ് ചെയ്തത്. 1399 രൂപ, അതായത് 1400 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇത് ഔട്ട്ഡോർ സ്പീക്കർ എന്നാണ് മീ പറയുന്നത്. ഇതിനകത്ത് എൻഹാൻസ്ഡ് ബേസും HD സൗണ്ടുമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പടം നിങ്ങൾക്ക് കാണാം. ഒരു സ്മോൾ ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഔട്ട്ഡോർ. ഒരു ലാനിയാർഡും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ IPX5 വാട്ടർ പ്രൂഫാണ്, 20 hours ഓഫ് പ്ലേ ബാക്ക് ആണ്, വർക്ക്സ് വിത്ത് വോയിസ് അസിസ്റ്റൻ്റ് ആണ്. അതൊക്കെ നമുക്ക് ഡെമോ ചെയ്ത് കാണിച്ചു തരാം നമുക്ക്. അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് ബാക്ക് പാനലിൽ ഇതിനകത്ത് സ്പെസിഫിക്കേഷൻസ് എല്ലാം വരുന്നുണ്ട്. 2000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്, ചാർജിങ് 5 volt 1 ampere ആണ് ചാർജിങ് വരുന്നത്. മൈക്രോ USB പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. 5 watt ആണ് മാക്സിമം ഔട്ട്പുട്ട് വരുന്നത്. 5 watt ബേസ് ഇൻക്ലൂഡഡ് ആണെന്നാണ് കമ്പനി പറയുന്നത്. വയർലെസ് റേഞ്ച് 10 meter ആണ്, 210 grams ആണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.0 ആണ് വരുന്നത്. 1400 രൂപയാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ബാക്കിലാണ് തുറക്കുന്നത്. ബോക്സ് തുറക്കുമ്പോൾ തന്നെ മേളിൽ കാണുന്നതാണ് ബ്ലൂടൂത്ത് സ്പീക്കർ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കാം. ഇവിടെ നമുക്കൊരു ചെറിയൊരു മാനുവൽ കാണാം. മാനുവലിനകത്ത് എങ്ങനെ പെയർ ചെയ്യണം, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ബട്ടൺസിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. കോൾ എങ്ങനെ ആൻസർ ചെയ്യാം, അതേപോലെ വോയിസ് അസിസ്റ്റൻ്റ് എങ്ങനെ എനേബിൾ ചെയ്യാം, എല്ലാം തന്നെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കേബിളാണ് വരുന്നത്, സ്റ്റാൻഡേർഡ് ചാർജിങ് കേബിളാണ്. ഇതിനകത്ത് മൈക്രോ USB ചാർജിങ് കേബിൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് സ്പീക്കറും ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് മീ ഔട്ട്ഡോർ ബ്ലൂടൂത്ത് സ്പീക്കർ. അപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ ഫിനിഷ് വളരെ നല്ലൊരു ഫിനിഷാണ്. ഒരു ക്ലോത്ത് ടൈപ്പ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ IPX5 വാട്ടർ റെസിസ്റ്റൻ്റ് കൂടിയാണ്. പിന്നെ ഇവിടെ നമുക്കൊരു ലാനിയാർഡ് കാണാം. ഇതിനകത്ത് മീൻ്റെ ഒരു ലോഗോവും കാണാം. നല്ലൊരു ക്വാളിറ്റിയാണ്. പിന്നെ ഇത് എലാസ്റ്റിക് ആണ്, നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയും കൂടെ ഉണ്ട്. ബാക്കിൽ നമുക്ക് മീൻ്റെ ലോഗോവും കാണാം. പിന്നെ ചെറിയൊരു പ്രൊജക്ഷൻ മാതിരിയുണ്ട്, നല്ലൊരു ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീ ആണ്. വോളിയം ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുമാണ് ഉള്ളത്. പിന്നെ നെക്സ്റ്റ് ട്രാക്കിക്ക് വേണമെങ്കിൽ ഇത് പ്രസ് ആൻഡ് ഹോൾഡ് ഫോർ 2 seconds. പ്രീവിയസ് ട്രാക്കിക്ക് വേണമെങ്കിൽ ഇത് പ്രസ് ആൻഡ് ഹോൾഡ് ഫോർ 2 seconds. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പവർ കീ ആണ് വരുന്നത്. പവർ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഈ ലൈറ്റ് ഗ്ലോ ചെയ്യുന്നത് കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ ഒരു LED ലൈറ്റ് കാണാം, അതാണ് പവർ ഓൺ ചെയ്യുമ്പോൾ ഗ്ലോ ചെയ്യുന്നത്. പിന്നെ ഇത് പ്ലേ ആൻഡ് പോസ് ബട്ടനാണ്. അതുകൂടാണ്ട് തന്നെ ഇത് കോൾസ് എടുക്കാനും പറ്റും. കോൾസ് എടുക്കണമെങ്കിൽ പ്രസ് ചെയ്താൽ മതി. കോൾസ് റിജക്റ്റ് ചെയ്യണമെങ്കിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ കോൾ റിജക്റ്റ് ആവും. അതുകൂടാണ്ട് തന്നെ വോയിസ് അസിസ്റ്റൻറ്റ് ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് അസിസ്റ്റൻറ്റ് നമുക്ക് എനേബിൾ ചെയ്യാവുന്നതാണ്. പിന്നെ ബോട്ടം ഇവിടെ നമുക്ക് ഒരു പോർട്ടും ഇതുമാണ് വരുന്നത്. ഒരു മൈക്രോ USB ചാർജിങ് പോർട്ടും 3.5mm ഓഡിയോ ജാക്ക് വരുന്നത്. പിന്നെ IPX5 കൊണ്ട് തന്നെ നല്ല കനം കൂടിയ ഒരു കേസിംഗ് ആണ് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് നല്ലോണം പ്രസ് ചെയ്ത് വെക്കണം, വാട്ടർ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പെയർ ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പെയർ ചെയ്തിരിക്കുകയാണ്, നമുക്ക് സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ ഓഡിയോ ലൈബ്രറിയിൽ നിന്നാണ് ഒരു സോങ് പ്ലേ ചെയ്യാൻ പോകുന്നത്. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളത് കാരണം നമുക്ക് യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ സോങ് പോസ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം പെർഫോമൻസ് നല്ലതാണ്, കാരണം നല്ല ബേസ് ഔട്ട്പുട്ടാണ് വരുന്നത്. അപ്പോൾ ചെറിയൊരു ഔട്ട്ഡോർ പാർട്ടിക്കൊക്കെ സ്യൂട്ടബിൾ ആയ ഒരു ഇതാണ്. ഭയങ്കര ഒരു ഹൈ ഔട്ട്പുട്ടൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം 5 watt സ്പീക്കറാണ്. എങ്കിലും നമുക്ക് ചെറിയൊരു ഔട്ട്ഡോർ പാർട്ടിക്ക് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു മ്യൂസിക് പ്ലേ ബാക്കിന് പറ്റിയ ഒരു ഇതാണ്. നല്ല ബേസ് പെർഫോമൻസ് ആണ്. അപ്പോൾ അതായിരുന്നു സൗണ്ട് ഔട്ട്പുട്ട്. അപ്പോൾ നല്ലൊരു സൗണ്ട് പെർഫോമൻസ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ വോയിസ് അസിസ്റ്റൻറ്റിൻ്റെ ഫീച്ചറും കൂടി നോക്കാം. ഡബിൾ പ്രസ് ചെയ്താൽ വോയിസ് അസിസ്റ്റൻ്റ് ആണ് എനേബിൾ ആവുന്നത്. വാട്ട് ഇസ് ദ ടെമ്പറേച്ചർ ഇൻ കൊച്ചി ടുഡേ? Today in Kochi, expect a high of 32 and a low of 24. When is India playing their next cricket test match? India will face New Zealand on Friday at 4 a.m.
അപ്പോൾ ഇതായിരുന്നു വോയിസ് അസിസ്റ്റൻറ്റ്. ജസ്റ്റ് ഡബിൾ പ്രസ് ചെയ്താൽ മതി ഈ പ്ലേ പോസ് ബട്ടൺ, വോയിസ് അസിസ്റ്റൻറ്റ് നമുക്ക് എനേബിൾ ചെയ്യാം. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണെന്ന് പറയാം. 1400 രൂപയ്ക്ക് 20 hours പ്ലേ ബാക്കും കിട്ടും. നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ട്, പ്രത്യേകിച്ച് ബേസ് പെർഫോമൻസ് ആണ് വളരെ ഇംപ്രസീവ് ആയത്. നല്ല ബേസ് ഔട്ട്പുട്ടാണ്. പിന്നെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. 1400 രൂപേൻ്റെ സ്പീക്കറിന് വേണ്ട ഒരു ക്ലാരിറ്റി ഉണ്ട്. പിന്നെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു മീ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം. കൂടുതൽ വീഡിയോസിന് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.